ഇന്ന് നമുക്കൊരു കിടിലൻ ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണം എല്ലാം മാറിക്കിട്ടും. അത്രയ്ക്കും റീഫ്രഷിങ്ങും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ആപ്പിളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആപ്പിൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗുഡ് ഡേയുടെ ക്യാഷ്നട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 6 ബിസ്ക്കറ്റാണ് ചേർക്കുന്നത്. കൂടുതൽ ബിസ്ക്കറ്റൊന്നും ചേർക്കേണ്ട. അപ്പോൾ ബിസ്ക്കറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. 2 ആപ്പിളൊക്കെ എടുക്കുമ്പോൾ ഒരു 6 ബിസ്ക്കറ്റൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ മൊത്തത്തിൽ നമുക്ക് 1/2 ലിറ്ററാണ് പാല് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് പാലിപ്പോൾ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ പാൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല മിൽക്ക് ഷേക്ക് ആയിട്ടാണ് വേണ്ടതെങ്കിൽ പാല് ഫ്രീസ് ചെയ്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്കിതുപോലെ ലൂസായിട്ടുള്ള ഒരു ഡ്രിങ്കാവും കുടിക്കാൻ താല്പര്യം. ഇനിയിപ്പോൾ നല്ല കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാല് കട്ടയാക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ആപ്പിളും ബിസ്ക്കറ്റും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ ആപ്പിളും പാലും മാത്രം അടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബിസ്ക്കറ്റ് ചേർത്തിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്